ഹലോ മഡിയേഴ്സ്, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസുമായി ബന്ധപ്പെട്ട സാമ്പത്തിക അവലോകനം 2024 എക്കണോമിക് റിവ്യൂവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ എക്കണോമിക് സർവേയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ജേണലിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കണ്ടന്റ് ആണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. ഇപ്പൊ നമുക്ക് കേരള ഡെവലപ്മെന്റ് ആൻഡ് കേരള എക്കണോമിയായിട്ട് ചേർത്തിട്ട് ടോട്ടൽ 30 മാർക്കാണ്. അപ്പൊ ആ ഒരു ഏരിയാസ് നിങ്ങൾ കൃത്യമായിട്ടൊക്കെ പഠിച്ചു വെക്കണം. അത് നല്ല ഒരു ടൈറ്റ് ഏരിയ ആണ്, നമുക്ക് പഠിച്ചെടുക്കാൻ വന്നിട്ടുള്ളത് ഇച്ചിരി പാടാണ്. അതുകൊണ്ടാണ് ഒന്ന് നോക്കാം. ഒന്നാമത്തെ ഒരു സ്കീമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നവചേതന എന്ന് പറയുന്ന സ്കീം. നവചേതന എന്ന് പറയുന്ന സ്കീം പട്ടികജാതിക്കാർക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ്. അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ വിദ്യാഭ്യാസ വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് 4ാം ക്ലാസ് തുല്യതാ ക്ലാസ് പരിപാടികൾ നടപ്പിലാക്കിയത്. എന്താണ് 4ാം ക്ലാസ് തുല്യതാ ക്ലാസ് പരിപാടികൾ നടപ്പിലാക്കിയത്? നവചേതന സ്കീം. 4ാം ക്ലാസ് തുല്യതാ പരീക്ഷ ആർക്ക് വേണ്ടിയിട്ടാണ്? പട്ടികജാതിക്കാർക്ക് വേണ്ടിയിട്ടാണ്. അടുത്തത് ചങ്ങാതി എന്ന് പറഞ്ഞിരിക്കുന്നത് കുടിയേറ്റ തൊഴിലാളികൾക്കുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടിയാണ് ചങ്ങാതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾക്ക് പശ്ചിമ ബംഗാൾ, ബീഹാർ, അസം, തമിഴ്നാട്, കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ധാരാളം തൊഴിലാളികൾ വരുന്നുണ്ട്. അപ്പൊ അവർക്ക് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ഏറെക്കുറെ അനിവാര്യമായിട്ട് തീർന്നിട്ടുണ്ട് ഈ പറയുന്ന ജോലികളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ ആവശ്യം. അതുകൊണ്ട് നമ്മുടെ ഭാഷയും സമൂഹവുമായി ബന്ധപ്പെടുന്നതിന്റെ ആവശ്യം എന്ന നിലയ്ക്ക് ചങ്ങാതി എന്ന് പറയുന്ന സ്കീം ആരംഭിച്ച വർഷം ഓർത്തു വെച്ചേക്കണം. 2017 എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിലാണ് ആരംഭിച്ചത്. അപ്പൊ എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിൽ 2017 ചങ്ങാതി എന്ന് പറയുന്ന കുടിയേറ്റ തൊഴിലാളികൾക്കായുള്ള പ്രത്യേക സാക്ഷരതാ പരിപാടി ആരംഭിച്ചത്. അപ്പൊ ആദ്യം ഘട്ടം 14 ജില്ലകളിലും ക്ലാസ്സുകൾ നടന്നു. പദ്ധതിയുടെ 4ാം ഘട്ടം പൂർത്തിയായി. പാലക്കാട് ജില്ലയിൽ ചങ്ങാതി പദ്ധതി പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ സഹകരണത്തോടെ പ്രത്യേക പദ്ധതിയായാണ് നടപ്പാക്കുന്നത്. ഇനി തുടർ വിദ്യാഭ്യാസത്തിനുള്ള ട്രാൻസ്ജെൻഡേഴ്സിന്റെ പ്രത്യേക പദ്ധതിയാണ് പഠന വീട് എന്ന് പറയുന്നത്. ആരുടെയാണ്? ട്രാൻസ്ജെൻഡറുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ടയിലെ പന്തളത്ത് നിലവിൽ പഠന വീട് എന്നറിയപ്പെടുന്ന ഒരു റെസിഡൻഷ്യൽ സ്റ്റഡീസ് സെന്റർ ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് അവരുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട പിന്തുണ നൽകുന്നതിന് വേണ്ടിയിട്ട് പ്രവർത്തിച്ചു വരുന്നതാണ്. പേരെന്താണ്? പഠന വീട്. എവിടെയാണ്? പത്തനംതിട്ടയിലെ പന്തളത്ത് വന്നിരിക്കുന്നതാണ്. ആർക്ക് വേണ്ടിയിട്ടുള്ളതാണ്? ഈ പഠന വീട് എന്ന് പറഞ്ഞിരിക്കുന്നത് ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്ക് വേണ്ടിയിട്ട് ഉള്ളതാണ്. തുടർ വിദ്യാഭ്യാസത്തിനുള്ള പ്രത്യേക പദ്ധതിയാണ്. ഇനി സർവേയും ഭൂരേഖയും വകുപ്പ് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംരക്ഷിക്കുന്നത് ഉറപ്പാക്കുകയും പൗരന്മാർക്ക് ഭൂമിയുടെ ഉടമസ്ഥാവകാശം വാങ്ങാനും സ്വന്തമാക്കാനും പണയപ്പെടുത്താനും വിൽക്കാനും കൈമാറാനും ഉപഭോക്തൃ സൗഹൃദവും കാര്യക്ഷമവുമായ സംവിധാനങ്ങൾ നൽകേണ്ട സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് ഫലപ്രദമായ ഭൂഭരണം. സാമൂഹിക വികസന സൂചിക, സാമൂഹിക ഐക്യം, സാമ്പത്തിക വളർച്ചാ നിരക്ക് എന്നിവ തീരുമാനിക്കുന്നതിൽ നല്ല ഭൂഭരണത്തിന് പങ്കുണ്ട്. അതിനാൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് കുറ്റമറ്റ ഡിജിറ്റൽ ഭൂരേഖകൾ സൃഷ്ടിക്കേണ്ടത് അനിവാര്യം ആണ്. പൊതുഭരണത്തിനായി ഡിജിറ്റൽ പരിവർത്തന പ്രക്രിയയുടെ ഭാഗമായി എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ എന്ന എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്നിങ്ങനെ 3 സമഗ്ര ദർശ പ്രസ്താവനകൾ ആര് രൂപീകരിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ വകുപ്പ് രൂപീകരിച്ചു. അപ്പൊ പൊതുഭരണത്തിന്റെ ഭാഗമായി ഡിജിറ്റൽ പരിവർത്തന പ്രക്രിയയുടെ ഭാഗമായി എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളിലും സ്മാർട്ട് എന്നിങ്ങനെ 3 സമഗ്രമായ ദർശന പ്രസ്താവനകൾ റവന്യൂ വകുപ്പ് രൂപീകരിച്ചു. അപ്പം റവന്യൂ വകുപ്പ് രൂപീകരിച്ചത് എത്ര സമഗ്രമായ ദർശന പ്രസ്താവനകൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 3 ഓർത്ത് വെച്ചേക്കണം. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എല്ലാവർക്കും ഭൂമി, രണ്ടാമത്തത് എല്ലാ ഭൂമിക്കും രേഖ, മൂന്നാമത്തത് എന്താണ്? എല്ലാ സേവനങ്ങളും സ്മാർട്ട്. ഇനി അടുത്ത നമ്മൾ ലഹരി മുക്തവുമായി ബന്ധപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിനും അതും ചോദ്യങ്ങൾ വരുന്നതാണ്. ഇതെല്ലാം നമ്മൾ പഠിച്ചു വെച്ചേക്കണം. മയക്കുമരുന്ന് ദുരുപയോഗത്തിന്റെ അപകടങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും ലഹരി മുക്ത കേരളം പ്രോത്സാഹിപ്പിക്കുന്നതിനുമായിട്ട് വിമുക്തി മിഷൻ ആരംഭിച്ച വർഷം 2016 വിമുക്തി മിഷൻ ആരംഭിച്ചത് 2016 എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിലാണ്. ഇത് കൗമാരക്കാർക്കും യുവാക്കൾക്കും ഇടയിലുള്ള ലഹരി ആസക്തി തടയുന്നതിൽ മിഷൻ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു. ഇനി സ്കൂളുകളിലും കോളേജുകളിലും മയക്കുമരുന്ന് വിരുദ്ധ ക്ലബ്ബുകൾ, നേർക്കൂട്ടം, ഇത് പരീക്ഷയ്ക്ക് വന്നിട്ടുള്ളതാണ്. നേർക്കൂട്ടം, ശ്രദ്ധ കമ്മിറ്റികൾ, ഉണർവ് പദ്ധതി, വിദ്യാർത്ഥി മത്സരങ്ങൾ എന്നിവയാണ് എക്സൈസ് വകുപ്പിന്റെ പ്രധാനപ്പെട്ട സംരംഭങ്ങൾ. നേർക്കൂട്ടം, ശ്രദ്ധ, ഉണർവ് പദ്ധതി. ഇനി കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ KDISC ആണ്. കേരള സർക്കാർ രൂപീകരിച്ച ഒരു തന്ത്രപരമായ ചിന്താഗതിയും ഉപദേശക സമിതിയുമാണ് കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നോവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ അഥവാ KDISC എന്ന് പറയുന്നത്. കേരള ഡെവലപ്മെന്റ് ആൻഡ്
ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ, കെ ഡിസ്കിന്റെ ഫുൾ ഫോം പഠിച്ചു വെക്കണം. കേരള ഡെവലപ്മെന്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജിക് കൗൺസിൽ ഒരു ഉപദേശക സമിതിയാണ്. 2018 മാർച്ച് 24 ഇത് നവീകരണം പ്രോത്സാഹിപ്പിക്കുക എന്ന ദൗത്യം കൽപ്പിച്ചു നൽകിയത്. 2018 മാർച്ച് മാസം 24 ആരംഭിച്ച കെ ഡിസ്ക് ആരംഭിച്ചത് 2018 മാർച്ച് 24. സാങ്കേതിക വിദ്യ, ഉൽപ്പന്ന പ്രക്രിയയുടെ നവീകരണങ്ങൾ, സാങ്കേതിക വിദ്യയുടെ സാമൂഹിക രൂപീകരണം, സംസ്ഥാനത്ത് നവീകരണങ്ങൾ വളർത്തുന്നതിന് ആരോഗ്യകരമായും അനുകൂലമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കൽ എന്നിവയിൽ പുതിയ ദിശകൾ പ്രതിഫലിക്കുന്ന ഒരു പാത വെട്ടിത്തുറക്കുന്ന തന്ത്രപരമായ പദ്ധതികൾ ആവിഷ്കരിക്കുക എന്നാണ് കെ ഡിസ്കിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതും പഠിച്ചു വെക്കണം. അപ്പൊ കെ ഡിസ്ക് എന്ന് പറഞ്ഞിരിക്കുന്നതിന്റെ ഫുൾ ഫോം പഠിക്കണം, ഏത് ദിവസമാണ് രൂപീകരിച്ചതെന്ന് പഠിക്കണം, എന്താണ് ഇതിന്റെ ലക്ഷ്യം എന്ന് പഠിക്കണം. അതായത് ടെക്നോളജിക്കായാലും നമ്മളിപ്പോൾ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോൾ അത് ഒരു ആധുനികമായിട്ട് ഉള്ള രീതികളൊക്കെ ഉപയോഗിച്ച് സാങ്കേതിക വിദ്യയുടെയും സാമൂഹിക രൂപീകരണം, സംസ്ഥാനത്ത് പുതിയ പുതിയ കാര്യങ്ങൾ നവീകരണങ്ങൾ വളർത്തുന്നതിന് ആരോഗ്യകരവും അനുകൂലവുമായ ഒരു ആവാസ വ്യവസ്ഥ സൃഷ്ടിക്കൽ എന്നിവയിൽ പുതിയ ദിശകൾ പ്രതിഫലിപ്പിക്കുന്ന പാത വെട്ടിത്തുറക്കാൻ വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് കെ ഡിസ്ക് എന്ന് പറയുന്ന പദ്ധതി. കേരളത്തിലെ സമഗ്രവും ഗുണമേന്മയുള്ളതുമായ മാനുഷ്യ വികസനം ആഗോള ബന്ധവും നൂതനമായ അറിവിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും മെച്ചപ്പെടുത്തിയ ഉൾപ്പെടുത്തൽ, പങ്കാളിത്തം, സ്വാശ്രയത്വം എന്നിവയുള്ള ഒരു വിജ്ഞാന കേന്ദ്രീകൃത സാങ്കേതിക വിദ്യ അധിഷ്ഠിത പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ കെ ഡിസ്കിന്റെ ദൗത്യത്തെ വിശാലമായി തരംതിരിക്കാം. അപ്പം എന്താണ്? സമഗ്രവും ഗുണമേന്മയുമുള്ള ഒരു മനുഷ്യ വികസനം ആണ്. ആഗോള ബന്ധം വേണം. എന്താണ്? പുതിയ അറിവുകളിലൂടെയും സാങ്കേതിക വിദ്യയിലൂടെയും മെച്ചപ്പെടുത്തി ഉൾപ്പെടുത്തൽ. പിന്നെ പങ്കാളിത്തം, സ്വാശ്രയത്വം എന്നിവയുള്ള ഒരു വിജ്ഞാന കേന്ദ്രീകൃത സാങ്കേതിക വിദ്യ അധിഷ്ഠിതമായിട്ടുള്ള പ്രാദേശിക സമ്പദ് വ്യവസ്ഥ എന്നിങ്ങനെ കെ ഡിസ്കിന്റെ ദൗത്യത്തെ വിശാലമായി തരംതിരിക്കാവുന്നതാണ്. കേരളത്തിലെ സമഗ്രവും ഗുണമേന്മയുള്ളതുമായിട്ടുള്ള മനുഷ്യ വികസനം ആഗോള ബന്ധവും നൂതനവുമായ അറിവിലൂടെ സാങ്കേതിക വിദ്യയിലൂടെ മെച്ചപ്പെടുത്തി, അതായത് ടെക്നോളജി ഉപയോഗിച്ച്, അതുപോലെ തന്നെ പങ്കാളിത്ത മനോഭാവത്തോടെയും സ്വാശ്രയത്വം എന്നിവയിലൂടെയും എല്ലാം ഒരു കേന്ദ്രീകൃതവും ആഗോളതലത്തിലുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ചേർത്തിട്ട് ഒരു ടെക്നോളജിയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രാദേശിക സമ്പദ് വ്യവസ്ഥ രൂപീകരിക്കുന്നതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇനി മയക്കുമരുന്നുമായി ബന്ധപ്പെട്ട് നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, വിമുക്തി മിഷൻ സ്കൂളുകളിൽ നടപ്പിലാക്കുന്ന പദ്ധതി ഉണർവ് പദ്ധതി. ഈ സംരംഭത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തുടനീളമുള്ള 30 സ്കൂളുകളിൽ കായിക പരിശീലന സൗകര്യങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ എത്ര സ്കൂൾ എന്നാണ്? 30 സ്കൂളുകളിൽ. കൂടാതെ വിദ്യാർത്ഥികളെ അനഭിലഷണീയമായ പെരുമാറ്റങ്ങളിലേക്ക് നയിക്കാതെ പരിശീലനം നൽകുന്നതിന് 1000 സ്കൂളുകളിൽ ടീം വിമുക്തി എന്ന പേരിൽ സ്പോർട്സ് ടീം ആരംഭിച്ചിട്ടുണ്ട്. സ്പോർട്സ് ടീമുകൾ ഏതാണ്? ടീം വിമുക്തി. പ്രൈമറി സ്കൂൾ തലത്തിൽ ആരംഭിച്ച ബാല്യം അമൂല്യം പദ്ധതി കുട്ടികൾ ചെറുപ്പം മുതലേ നല്ല ശീലങ്ങളും ജീവിത നൈപുണ്യവും വളർത്തിയെടുക്കുന്നതിന് സഹായിക്കുന്നു. ഓരോ ജില്ലയിലും 10 സ്കൂളുകൾ ഉൾപ്പെടുത്തി സംസ്ഥാനത്തുടനീളം 140 സ്കൂളുകളിൽ ഈ പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. മയക്കുമരുന്ന് ദുരുപയോഗത്തിന് വേണ്ടി പോരാടുന്നതിനെ വിഭാവനം ചെയ്ത ഈ പദ്ധതി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഒരു മാതൃകയായി വർത്തിക്കുന്നുണ്ട്. അപ്പൊ ഉണർവെന്ന് പറഞ്ഞിരിക്കുന്നത് വിമുക്തി മിഷൻ സ്കൂളുകളിൽ നടപ്പാക്കുന്ന പദ്ധതി ആണ്, മയക്കുമരുന്ന് ദുരുപയോഗം ഇല്ലാതാക്കുക. ഇനി സ്പോർട്സുമായി ബന്ധപ്പെട്ടിട്ട് സ്പോർട്സ് ടീമിന്റെ പേരെന്താണ്? ടീം മുക്തി ആണ്. പിന്നെ പ്രൈമറി സ്കൂൾ തലത്തിൽ ആരംഭിച്ചതാണ് ബാല്യം അമൂല്യം പദ്ധതി. ഇതെല്ലാം എന്താണ്? മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ്. ഇനിയും അടുത്തായിട്ട് മിനി ഫിറ്റ്നസ് സെന്ററുകൾ കൊല്ലം, ഇടുക്കി, തൃശൂർ, മലപ്പുറം. അത് ജസ്റ്റ് ഒന്ന് ഓർത്താൽ മതി. ഇനി ബോധവൽക്കരണത്തിന്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് അവബോധം സൃഷ്ടിക്കാനായി കരുതൽ എന്ന പേരിലും വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കുന്നതിനായി കവചം എന്ന പേരിലും, ഇതെല്ലാം BYQs ആണ് കേട്ടോ. ഈ പറഞ്ഞിരിക്കുന്ന കരുതലും കവചവും, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടും ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പരീക്ഷയ്ക്കകത്ത് പല ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ജനറൽ എക്സാംസിനകത്ത് ചോദിച്ചിട്ടുള്ളതാണ്. അത് നിങ്ങൾ പഠിച്ചു വെക്കണം. ബോധവൽക്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി രക്ഷിതാക്കൾക്ക് അവബോധം സൃഷ്ടിക്കാനായിട്ടുള്ള മാസിക ഏതാണ്? കരുതൽ. വിദ്യാർത്ഥികളെ ബോധവൽക്കരിക്കാനായിട്ടുള്ളത് എന്താണ്? കവചം ആണ്. അപ്പൊ അത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട് ഫോക്കസ് ഏരിയയുടെ പേപ്പർ 2 മാത്രമായിട്ട് കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴികെ ബാക്കി 80 മാർക്കിന്റെ കാര്യങ്ങൾ നമ്മൾക്ക് അവൈലബിൾ ആണ്. PDF-ഉം റെക്കോർഡ് സെഷൻസും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കണ്ടന്റ്സ് അനുസരിച്ചിട്ടാണ് നമ്മൾ ക്ലാസ് ഇതിനകത്ത് എടുത്തിരിക്കുന്നത്. ഏകദേശം 50 hours ആയിരിക്കും അവിടെ ക്ലാസ്സസ് വരുന്നത്, മാക്സിമം വരുന്നത്. അപ്പൊ ആ ഒരു ടൈം നമുക്കിനി ആകെപ്പാടെ 1 മാസം കൂടെ ഉള്ള മാക്സിമം എക്സാമിന് വരാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ടൈമിംഗ് ഗ്യാപ്പിനുള്ളിൽ നിന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും PSCയുടെ ഏറ്റവും ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ടുള്ള
ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ കുറേയൊക്കെ നമുക്ക് അതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് കണക്ട് ചെയ്യാൻ പറ്റുന്നതാണ്. KS-നകത്തുനിന്നും വീഡിയോയുടേതും അതുപോലെ തന്നെ പല ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും നമുക്ക് പിന്നെ PYQs എടുക്കാം. അതുപോലെ തന്നെ UPSC റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പഠിച്ചെടുക്കാവുന്നിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് പേപ്പർ 2-നകത്ത് കോൺസ്റ്റിറ്റ്യൂഷൻ ഞാൻ തരാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കോൺസ്റ്റിറ്റ്യൂഷൻ അറിയാവുന്നതാണ്. അതിനകത്ത് പ്രത്യേകിച്ച് 1-2 ടോപ്പിക്സ് മാത്രമേ ഉള്ളൂ അഡീഷണലി വരുന്നത്. ബാക്കി എല്ലാ കാര്യങ്ങളും നോർമൽ കോൺസ്റ്റിറ്റ്യൂഷൻ റിലേറ്റ് ചെയ്തിട്ട് വരുന്ന കണ്ടന്റുകളാണ്. അപ്പോൾ അത് കൃത്യമായിട്ട് അത് പഠിച്ചു കഴിഞ്ഞാൽ മതി. അതുകൊണ്ട് ഇനിയുള്ള ടൈം നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഈ പറഞ്ഞിരിക്കുന്ന 80 മാർക്കിന് ഫോക്കസ് ചെയ്ത് പഠിക്കണം. പ്രിൻസിപ്പിൾസ് ഓഫ് അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ്, ഈ ഗവർണൻസ്, ക്ലൈമറ്റ്, ഡിസാസ്റ്റർ, കേരള എക്കണോമി, കേരള ഡെവലപ്മെന്റ്, ഇതൊക്കെ ഒരു ചവറ് പോലെ കിടക്കുന്ന കണ്ടന്റ് ആണ്. ഇതിനകത്തൊന്നും ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് സ്വന്തമായിട്ട് ഡേറ്റാസ് ഒക്കെ കണ്ടെത്തി എല്ലാം പഠിച്ചു വരിക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. ഇപ്പൊ ലാസ്റ്റ് മൊമെന്റിലായിരിക്കും അല്ലെങ്കിൽ ലാസ്റ്റ് ടൈമിൽ നമ്മൾ എന്തൊക്കെയാണോ പഠിക്കുന്നത് ആ ഒരു രീതിയിൽ പഠിക്കുന്ന കാര്യങ്ങളായിരിക്കും കൂടുതൽ നമ്മളെ മെമ്മറി നിൽക്കുന്നത്. അപ്പൊ നിങ്ങൾ ലാസ്റ്റ് പഠിക്കുന്ന കാര്യങ്ങൾ ഏറ്റവും ഫോക്കസ്ഡ് ആയിട്ടുള്ളതും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധ കൊടുക്കണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ അതായത് ഏകദേശം ഒരു 100+ ഫയൽസ് വരും. അപ്പൊ അതിനകത്ത് നമ്മളിപ്പം ഏകദേശം 70ഓളം ഫയൽസ് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് കൂടാതെ ഇനിയും എക്സാം വരത്തേക്ക് നമ്മൾ വരുന്ന ഓരോ ക്ലാസ്സിനെ അപ്ലോഡ് ചെയ്യുന്ന ഓരോ ക്ലാസ്സിന്റെയും റെക്കോർഡ് സെഷൻസും PDF ഇതിനകത്ത് അവൈലബിൾ ആയിരിക്കും. അപ്പൊ അതും കൂടെ നിങ്ങൾ പഠിച്ചിട്ട് പോകുകയെങ്കിൽ വളരെ വൃത്തിയായിട്ട് തന്നെ നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കാവുന്നതാണ്. അതുകൂടെ നമ്മൾ ഈ ഒരു ഫോർമാറ്റിലാണ് ടെലഗ്രാമിലാണ് കൊടുക്കുന്നത്. കാര്യം എല്ലാം കൂടി ഇനിയിപ്പോൾ അല്ലാതെ ആ ഒരു കുട്ടീനെ സംബന്ധിച്ച് എല്ലാം കൂടെ പഠിച്ചെടുക്കാൻ പറ്റുന്നില്ല. മൊത്തത്തിൽ ഒരു അവിയൽ പരുവത്തിലായിരിക്കും മൊത്തത്തിൽ കിടക്കുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു രീതി ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ആ PDF-ന്റെ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF-ലോട്ട് പോകും. അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്ലാസ്സസ് ആയിരിക്കും. അതിന്റെ തൊട്ട് താഴെയായിട്ട് HTTP എന്ന് പറഞ്ഞിരിക്കുന്നതിന് അത് കറക്റ്റ് ആയിട്ട് യൂട്യൂബിനകത്ത് പ്രൈവറ്റ് ലിങ്ക് ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഓരോന്നും കറക്റ്റ് ആയിട്ട് ബോർ അടിക്കാത്ത രീതിയിൽ ഒരു ഏകദേശം 50 മണിക്കൂറിന്റെ ക്ലാസ്സസ് ടോട്ടലി വരത്തുള്ളൂ. മൊത്തം കൂടെ ചേർത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം തന്നെ നമ്മളൊരു 70 ഫയൽസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ബാലൻസ് നമ്മൾ ഓരോ ദിവസമായിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ദിവസം 2 ഫയൽസ് ഒക്കെ പഠിക്കാന്നിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കവർ ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. അപ്പം എല്ലാവർക്കും മനസ്സിലാവുന്ന ഭാഷയിൽ കുറച്ച് മാത്രമേ ഉള്ളൂ ഇംഗ്ലീഷ് വരുന്നത്. ബാക്കി എല്ലാം മലയാളം ഓറിയന്റ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ മെസ്സേജ് ചെയ്യാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു. അപ്പം നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഇപ്പം ഇത്രയും കുറഞ്ഞ റേറ്റിലാണല്ലോ നമ്മൾ ഈ ഒരു പേപ്പർ 2 കൊടുക്കുന്നത്. അപ്പം സെയിം നമ്മുടെ ലൈവിൽ എടുത്തിരിക്കുന്ന കണ്ടന്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് അത് വിശ്വസിച്ച് പഠിക്കാവുന്നതാണ്. അപ്പം എല്ലാവർക്കും ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു ആൻഡ് ലവ് യു ഓൾ.